ഗൈസ് കുറെ കാലമായി ഇതിന്റെ അകത്തേക്ക് തീറ്റ ഇട്ട് കൊടുക്കുമെന്നല്ലാതെ ഇതിന്റെ അകത്തുള്ളവന്മാർ എന്തായെന്ന് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. ഇന്ന് നമ്മൾ ഇതിൽ നിന്നും ഒരുത്തിനെ പിടിച്ച് സൈസ് നോക്കിയ ശേഷം ഒരു ചെറിയ പരീക്ഷണം ചെയ്യാൻ പോവുകയാണ്. ഇനി പായല് പിടിച്ചെടുക്കുന്ന വെള്ളം കണ്ട് ആരും കുണ്ടിതപ്പെടേണ്ട. ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വെള്ളമാണ് ഇത് കേട്ടോ. ഒരു ബക്കറ്റ് ഉപയോഗിച്ച് ഒരുത്തനെ കോരിയെടുത്തപ്പോ സത്യത്തിൽ നമ്മുടെ കിളി പറന്ന് പോയിരിക്കുവാണ്. നല്ല തക്കുട് കുട്ടനായിട്ടുള്ള ഇവന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇവൻ വേറെ ലെവലായിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മോൺസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും ക്യൂട്ട് ഇപ്പോൾ ഇവനാണെന്ന് തോന്നിപ്പോവുകയാണ്. ഇവനെ പോലെ തന്നെ ഇതേപോലത്തെ 3 ആശാമാർ ഇനി ടാങ്കിൽ കിടപ്പുണ്ട് കേട്ടോ. എന്തായാലും ആശാനെ തിരിച്ചെടുത്ത് ടാങ്കിലേക്ക് ഇട്ട ശേഷം നമ്മൾ പരീക്ഷണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സാധാരണയായി ഇവന്മാർക്ക് കൈത്തീറ്റ കൊടുക്കുമ്പോൾ ഇവന്മാർ നല്ല ശക്തിക്ക് അത് കയ്യിൽ നിന്നും കടിച്ചു പറിക്കാറുണ്ട്. ഇത് കണക്കിലെടുത്ത് നമ്മുടെ വെയിങ് മെഷീൻ ഉപയോഗിച്ച് ഇവന്മാരുടെ ബൈറ്റ് ഫോഴ്സ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. കേൾക്കുമ്പോൾ കുറച്ച് ഓവർ ആണെങ്കിലും ഇതിനു വേണ്ടി മാത്രം നമ്മൾ പോയി ഒരു കോഴിയെ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിരിക്കുവാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇറച്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിനെ ഒരു ടോയിൻ കൊണ്ട് നല്ല ശക്തിക്ക് കെട്ടിയെടുത്തിരിക്കുവാണ്. ഈ ഒരു ടോയിനെ നമ്മൾ ഇനി നമ്മുടെ വെയിങ് മെഷീന്റെ കൊങ്കിയിലേക്ക് തൂക്കിയിടാൻ പോവുകയാണ്. നമ്മുടെ ഒരു ഊഹം വെച്ച് ഇവന്മാർ ആഹാരത്തിൽ പിടിക്കുന്ന പിടി വെച്ച് ഇവരുടെ ബൈറ്റ് ഫോഴ്സ് 100 ഗ്രാമിന് മുകളിലായിരിക്കും. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉള്ളത് എന്തെന്നാൽ നമ്മുടെ വെയിങ് മെഷീനിൽ 115 ഗ്രാമിന് താഴോട്ട് കാണിക്കില്ല കേട്ടോ. ഇവന്മാർ അൾട്രാ സൈസ് ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ പരീക്ഷണം പാളാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യ സ്റ്റെപ്പായി തന്നെ കുറച്ച് ഇറച്ചി കഷ്ണം കൊടുത്ത് ഇവന്മാരെ നമ്മൾ അഗ്രസീവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനുശേഷം വലിയ പ്രതീക്ഷയോടെ നമ്മുടെ കെട്ടി ഇറച്ചി കഷ്ണം ഇറക്കി വെച്ചുകൊടുത്തിരിക്കുവാണ്. ഇറക്കി വെക്കേണ്ട താമസം അടിയിൽ നിന്നും പടപടയെന്ന് മീൻ അടി തുടങ്ങി കേട്ടോ. പക്ഷേ മീൻ അടി തുടങ്ങിയെങ്കിലും നമ്മുടെ വെയിങ് മെഷീനിലെ പൂജ്യത്തിന് ഒരു കുലുക്കമില്ല. ഇതിന്റെ അർത്ഥം ഇവന്മാരുടെ സ്ട്രൈക്കിന് പവർ ഇല്ലെന്നല്ല, ഇവർ സ്ട്രൈക്ക് ചെയ്യുന്ന പവർ 115 ഗ്രാമിന് താഴെയാണ്. എന്തായാലും ഇപ്പോൾ ലോലന്മാരാണേലും വൈകാതെ തന്നെ ഇവർ മോൺസ്റ്റർ സൈസിലേക്ക് എത്തിയിരിക്കും. ആ ഒരു ടൈമിൽ ഇതുപോലെ വെയിങ് മെഷീൻ വെച്ചു കൊടുത്താൽ ഇവന്മാർ കടിച്ച് തൂക്കിയെടുത്ത് അയ്യത്തേക്ക് എറിയും കേട്ടോ.